എല്ലാവർക്കും നമസ്കാരം. വിഷുവാണ് വരാൻ പോകുന്നത്. 2026 വിഷുഫലങ്ങൾ ഓരോ നാളുകാരെയും എപ്രകാരമാണ് സ്വാധീനിക്കുക? ഇപ്പോഴുള്ള തൽക്കാല ഗ്രഹസ്ഥിതി പ്രധാനമായിട്ടും പറയുമ്പോൾ വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. ഈ വർഷം ജൂൺ മാസം 1-ാം തീയതി വ്യാഴം മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് മാറുകയാണ്. ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ്. 2026 ശനിക്ക് രാശിമാറ്റങ്ങൾ പ്രത്യേകമായിട്ടൊന്നുമില്ല. ഈ വർഷം മുഴുവൻ മീനം രാശിയിൽ തുടരുകയും ചെയ്യും. കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലുമാണ് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതിയിലേക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി ഓരോ നാളുകാരുടെയും അവസ്ഥയായിട്ട് നോക്കാം. അശ്വതി നാളുകാരെ സംബന്ധിച്ച് ഗുണവും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതിനുള്ള വഴി തെളിയും. ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ തന്നെ അത് സാധിക്കുന്നതുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. വിവിധ രംഗങ്ങളിൽ സ്വന്തമായിട്ട് തൊഴിലുറപ്പുകൾ ചെയ്യുന്നവർക്ക് ഈ വർഷം വിഷുവിന് ശേഷമുള്ള കാലം വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കർമ്മരംഗത്ത് വരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ വേണം. അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായെന്നും വരാം. ധനം ഇടപാടുകളൊക്കെ ശ്രദ്ധിച്ചു നടത്തണം. സൗഹൃദങ്ങളിൽ നിന്നും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം. കുടുംബപരമായ കാര്യങ്ങളിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പ്രയാസങ്ങൾക്ക് സാധ്യത കൂടുതലുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അശ്വതി നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിചാരിതമായിട്ടുള്ള ചില വൈഷമ്യങ്ങളൊക്കെ വരാം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊന്നും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് നേടിയെടുക്കാൻ അവസരമുണ്ടാകും. എങ്കിലും ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിദേശ പഠനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും നന്നായി ആലോചിച്ച് സൂക്ഷ്മതയോടെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുപറ്റുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മത പാലിച്ചു ജൂൺ മാസം കഴിഞ്ഞ് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിപരമായ സൂക്ഷ്മമായ ഗ്രഹനില മനസ്സിലാക്കിക്കൊണ്ട് വിശദമായി രാശിചിന്ത ചെയ്തുകൊണ്ട് ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യേണ്ടതാണ്. അങ്ങനെയുണ്ടായാൽ അശ്വതി നാളുകാർക്ക് ഈ വിഷുഫലം വളരെ നല്ലതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. മേടക്കൂറിലുള്ളതാണ് ഭരണി നക്ഷത്രം. ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ സമമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പോലെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതുമാണ്. വിവിധ രംഗങ്ങളിൽ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ അതിനെ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രം. അവനവന്റെ കർമ്മരംഗത്ത് ഒരു കുറവ് വരാതെ നല്ല രീതിയിൽ വീണ്ടും തുടർന്നു പോകുവാൻ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് പല തടസ്സങ്ങളും ഉണ്ടായേക്കാം. കച്ചവട കാര്യങ്ങളിൽ ചില വിഷമകരമായ അന്തരീക്ഷങ്ങൾ വന്നുവെന്നും വരാം. സാമ്പത്തികമായ ഇടപാടുകളിൽ പ്രയാസം ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ കുറവ് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കസ്റ്റമേഴ്സുമായി നല്ല ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വളരെ കൂടുതൽ ശ്രദ്ധ കാണിച്ച് വേണം മുൻപോട്ട് പോകുവാൻ. നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ജാഗ്രത പഠനകാര്യങ്ങളിൽ കൊടുക്കേണ്ട സമയമാണ്. അത് വളരെ അത്യാവശ്യമാണ് താനും. ബന്ധങ്ങളിൽ വളരെ സൂക്ഷ്മത പാലിക്കുകയും വേണം. സംഭാഷണങ്ങളിൽ മിതത്വവും കരുതലും ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബങ്ങളിൽ കാവോ മറ്റു വെച്ച ആരാധനകളോ ഉള്ളവർ അത് ശരിയായി പരിശോധിച്ച് വേണ്ടത് ചെയ്യണം. നിങ്ങളുടെ ഗ്രഹ ആരൂഢം പരിശോധിച്ച് സമഗ്രവും സമ്പൂർണമായും വ്യക്തിപരവുമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി അത് നടപ്പിലാക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാം നന്നായി വരുന്നതായിരിക്കും. കാർത്തിക നാളുകാർ
ഉദ്യോഗസ്ഥർക്ക് ഈ വിഷുഫലം പൊതുവെ നല്ലതായിരിക്കും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മനസ്സിൽ കാണുന്നത് പോലെ പല കാര്യങ്ങളും നടന്നേക്കും. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ നല്ല പുരോഗതി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഉന്നത പഠന കാര്യങ്ങളിലും ഗുണമുണ്ടാകും. ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകും. നിലവിലുള്ള ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും. നിങ്ങളുടെ പ്രവർത്തന രംഗത്തെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുൻപോട്ട് പോകുകയാണെങ്കിൽ കൂടുതൽ വളർച്ചയാണ് കാണുന്നത്. ഇനി ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. നല്ല ജോലി കിട്ടാവുന്ന സാഹചര്യവും വന്നു ചേരും. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അന്യദേശത്ത് IT ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചമുണ്ടാകും. കൂടുതൽ സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കാര്യവിജയങ്ങൾ, നല്ല സൗകര്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുക, പുതിയ വാഹനം, ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തിൽ വളരെ അനുകൂലമായ വിസ്മയകരമായ നല്ല മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി നിങ്ങളുടെ സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പ്രതിവിധികൾ കണ്ടെത്തി അത് ചെയ്തു വന്നാൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഈ 2026 വിഷുഫലം രോഹിണി നാളുകാർക്ക് ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടാകും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ തന്നെ അത് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലി കിട്ടുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഗുണങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല നിയമനം ലഭിക്കുന്നതിനുള്ള സാധ്യത, ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കിട്ടാനുള്ള സാധ്യത, ഇവയെല്ലാം കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ സ്ഥാനങ്ങൾ ലഭിക്കുക, വരുമാനത്തിൽ വർധന ഉണ്ടാവുക, കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുക തുടങ്ങിയ ഗുണങ്ങളും വന്നു ചേരുന്ന സമയമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കും. നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതിയാണ് കാണുന്നത്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഗുണങ്ങൾ അനുഭവപ്പെടും. പുതിയ ബിസിനസ് രംഗത്ത് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കർമ്മരംഗത്തെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി വളരെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരുന്നതാണ്. വളരെ സൂക്ഷ്മമായി സാഹചര്യങ്ങൾ പഠിച്ചു മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ് നടക്കുവാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ശരിയായി സാഹചര്യങ്ങളെ വിലയിരുത്തി എല്ലാം ചെയ്യുക. അതോടൊപ്പം സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധി കണ്ടെത്തി അത് ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. മകയിരം നക്ഷത്രക്കാര് 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യ പകുതി വരുന്നത് ഇടവക്കൂറിലും രണ്ടാം പകുതി വരുന്നത് മിഥുനക്കൂറിലും. അപ്പോൾ ഈ വിഷുഫലം മകയിരം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചില കാര്യങ്ങളിലൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ രീതിയിലുള്ള നേട്ടങ്ങൾ ചില സംഗതികളിലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായി കുറച്ച് അനുഭവ ഗുണം കിട്ടും. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും പുതിയ വാഹനം വാങ്ങിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അവസരം വന്നു ചേരും. പുതിയ വസ്തു വാങ്ങാനായിട്ട് സാധിക്കും. പ്രോപ്പർട്ടി ക്രയവിക്രയം ചെയ്ത് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനോ ഒക്കെയുള്ള അവസരം ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് നടക്കണമെന്നില്ല, എങ്കിലും അത് സാധിക്കും. പരിശ്രമം നിങ്ങൾ തുടരുകയും വേണം. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് താമസം ഉണ്ടായെന്ന് വരാം, എങ്കിലും നിങ്ങൾ ആ പരിശ്രമം തുടരുക. അതോടൊപ്പം ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കച്ചവടക്കാർക്ക് ധനനഷ്ട സാധ്യത ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇടപാടുകളൊക്കെ സൂക്ഷിച്ച് നടത്തുക. നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാതിരിക്കുവാൻ നോക്കണം.
നിങ്ങളുടെ കച്ചവടത്തെ സംബന്ധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങൾക്ക് ആ മേഖലയിലുള്ള അറിവുകൾ, അറിവ് കേടുകൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കഴിവ് കുറവുകൾ, ഇങ്ങനെ എല്ലാം വിശദമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ ഇറങ്ങേണ്ടതാണ്. കുട്ടികൾ നല്ലതുപോലെ ശ്രമിക്കുക. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം, കുറച്ച് വിഷമങ്ങളും വരും. അതൊന്നും കാര്യമാക്കേണ്ട. ശരിക്കും നന്നായി പഠിക്കുക. വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതുമാണ്. ഉപരിപഠനവും ഏറെക്കുറെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിർത്താൻ ശ്രമിക്കണം. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും വിനയവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് നല്ല പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാ ഗുണവും കിട്ടുന്നതാണ്. മിഥുനക്കൂറിൽ വരുന്ന തിരുവാതിരക്കാർക്ക് ഈ വിഷുഫലം പൊതുവെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ഗുണകരമാണ്. നേട്ടങ്ങൾ പലതും ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പുതിയ വീട് വാങ്ങുന്നതിനോ ഗൃഹനിർമ്മാണം നടത്തുന്നതിനോ സാവകാശം സന്ദർഭം ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ അവസരമുണ്ടാകും. പുതിയ പ്രോപ്പർട്ടി വാങ്ങുവാനും അവസരം ലഭിക്കും. നിങ്ങളിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി കിട്ടുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് പുരോഗതി ഉണ്ടാകും. നേട്ടങ്ങളും കൈവരും. പല രീതിയിലുള്ള പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ചെറിയ തോതിൽ അലട്ടിയെന്നും വരാം. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുവാതിരക്കാരെ സംബന്ധിച്ച് കൂടുതൽ പ്രയോജനം കൈവരിക്കുവാൻ സാധിക്കും. എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങളും പുരോഗതികളും വന്നു ചേരുകയും ചെയ്യും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഒക്കെ പുരോഗതി ഉണ്ടാകുവാനുള്ള ഒരു അവസരം വന്നു ചേരും. നിങ്ങൾക്ക് ഉപരിപഠന കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി സന്തോഷകരമായ സാഹചര്യം ഉണ്ടാകും. മനസ്സിന് ആഹ്ലാദകരമായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സംഭാഷണങ്ങളിൽ നല്ലതുപോലെ കരുതലും മിതത്വവും ആത്മനിയന്ത്രണവും ഒക്കെ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗൃഹനിർമ്മാണം നടത്തുന്നവർ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യുക. നിങ്ങളുടെ സൂക്ഷ്മമായ രാശി സമഗ്രമായി കണ്ടെത്തി വിശദമായി ചിന്തിച്ച് നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയായാൽ ഉദ്ദേശിക്കുന്നതിലും അധികം ഗുണം നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നതാണ്. പുണർദം നാളുകാർക്ക് ഈ വിഷുഫലം ഗുണവും ദോഷവും ഇടകലർന്ന അവസ്ഥയിലാണ്. ചില കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായി കുറച്ച് പ്രയോജനമൊക്കെ കിട്ടുകയും ചെയ്യും. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന പുണർദക്കാരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിനും ദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പുണർദം നാളുകാർ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാകുവാനിടയുണ്ട്. അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുകയും ചെയ്യും. അശ്രദ്ധയും ആലോചനക്കുറവും ഒഴിവാക്കണം. പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസിനെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കണം. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഒരു പോരായ്മ ഉണ്ടാകാതെ ഇരിക്കണം. നിങ്ങളുടെ ബിസിനസിന്റെ അളവ് കുറഞ്ഞു പോകുവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കസ്റ്റമേഴ്സുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. സംഭാഷണങ്ങളിലൂടെയും അനുനയനങ്ങളിലൂടെയും അവ പരിഹരിക്കണം. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ സുപ്രധാനമായ ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ചില കണ്ടുമുട്ടലുകൾ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമായി തീരും. വളരെ സൂക്ഷ്മമായി നിങ്ങളുടെ ജാതകം രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. പൂയം നാളുകാർക്ക് ഈ വർഷത്തെ വിഷുഫലം ഗുണവും ദോഷവും ഇടകലർന്നു നിൽക്കും. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ഉടനെ ഒന്നും നടക്കണമെന്നില്ല. പല കാര്യങ്ങളിലും അത്ര ഗുണകരമല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വേഗത്തിൽ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള അവസ്ഥയും വരാം.
സാമ്പത്തികമായി തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ, ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കുവാൻ സാഹചര്യമുണ്ടാവും. നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായെന്നും വരാം. ആ പരിശ്രമം നിങ്ങൾ തുടരുകയും വേണം. അതോടൊപ്പം ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക പാഴ്ചെലവുകൾ ഉണ്ടാകാതെ സൂക്ഷിച്ചുകൊള്ളുക. കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സാഹചര്യം നന്നായി പഠിക്കണം. ചുറ്റുപാടുകളും കഴിവുകേടുകളും നിങ്ങളെ സംബന്ധിക്കുന്ന പല പശ്ചാത്തലങ്ങളും സ്വയം ശ്രദ്ധിച്ചു മനസ്സിലാക്കി വേണം കൂടുതൽ മുൻപോട്ട് പോകാൻ. പണമിടപാടുകൾ വളരെ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പോലെ മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായെന്ന് വരില്ല. പക്ഷേ പരിശ്രമം തുടരുക. കൂടുതൽ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും നിരന്തരമായി ശ്രമിച്ചാൽ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് നല്ലൊരു വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ ചെറിയ ചിന്താക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. നന്നായി ആലോചിച്ച് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കണം. അശ്രദ്ധയും ആലോചനക്കുറവും ഉണ്ടാകരുത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കും വരിക. ജീവിതം ഒരു പരിണാമ സന്ധ്യയിലാണ്. വേണ്ടത്ര ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അത് നിങ്ങൾക്ക് പല രീതിയിലും ബാധകമാകുമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചും സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി അവയെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആയില്യം നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയം തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ ഒട്ടും നടക്കണമെന്നില്ല. പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായെന്നും വരാം. അത് ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ വേണം മുൻപോട്ട് പോകുവാൻ. നല്ലതുപോലെ ചിന്തിച്ച് ഓരോന്നും ചെയ്യണമെന്ന് ചുരുക്കം. കുട്ടികൾ പഠനകാര്യത്തിൽ കുറെ കൂടെ ജാഗ്രത പാലിക്കണം. എല്ലാം അങ്ങ് നടന്നോളും എന്ന് വിചാരിച്ച് ഒരേ സാമട്ടിൽ പഠിച്ചു നിൽക്കരുത്. അതൊക്കെ പരാജയങ്ങൾക്ക് കാരണമായെന്നും വരാം. നിങ്ങളുടെ ഉപരിപഠനത്തിന്റെ ഗുണവും ഇപ്പോഴുള്ള പഠനത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് ഓർക്കുക. നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ച് താമസമൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ശ്രമം നിർത്തരുത്. തുടർച്ചയായി പരിശ്രമിക്കുക. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും നേടിയെടുക്കുവാൻ സാധിക്കും. പക്ഷേ ഒരല്പം കാലതാമസം നേരിട്ടെന്ന് വരാം. തുടർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പാഴ്ചെലവുകളോ പോരായ്മകളോ കുറവുകളോ ഉണ്ടാകുവാതെ നോക്കുകയും വേണം. കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെ സൂക്ഷിച്ചൊക്കെ വേണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കാവുന്ന ഒരു സമയമല്ല. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കണം. കച്ചവടങ്ങളിൽ ശ്രദ്ധക്കുറവ്, കസ്റ്റമേഴ്സുമായി നല്ല ബന്ധം നിലനിർത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനുള്ള വഴികൾ ആലോചിക്കണം. നന്നായി ആലോചിച്ച് പഠിച്ചു മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോവുക. കുടുംബത്തിലും നല്ലതുപോലെ കാര്യങ്ങൾ പഠിച്ചു മുൻപോട്ട് പോകണം. എല്ലാവരോടും ശാന്തതയിലും നല്ല രീതിയിലും ഇടപെട്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണമൊക്കെ ശീലിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതുപോലെ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധി കണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നത് വളരെ ഗുണം ചെയ്യും. മകം നാളുകാർക്ക് വിഷുഫലം വളരെ നല്ലതാണ്. ഗുണങ്ങൾ പലതും ഉണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് വൈകാതെ നടപ്പിലാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല ജോലി ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും പ്രയോജനം ലഭിക്കും. സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും. കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഈ വിഷുഫലത്തോടു കൂടി സാധിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ ബിസിനസ്, IT തുടങ്ങിയ പല മേഖലകളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത പല ഗുണങ്ങളും ഉണ്ടായെന്നും വരാം. സാമ്പത്തിക പുരോഗതി, സ്ഥാനക്കയറ്റം, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, പുതിയ വാഹനം, നല്ല താമസം, ഇങ്ങനെ ഗുണങ്ങൾ പലതും വന്നു ചേരുന്നതാണ്. ഇനി കച്ചവടക്കാരുടെ കാര്യമെടുത്താൽ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വളരെയധികം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കുവാൻ അവസരം കിട്ടുന്നതാണ്.
നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ കഴിവ് കുറവുകൾ, നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ പശ്ചാത്തലങ്ങളും ശരിയായി നന്നായി പഠിച്ചു മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ കൂടുതൽ വളർച്ചയിലേക്ക് പോകുവാൻ സാധിക്കും. കുട്ടികൾ നന്നായി പഠിക്കുവാൻ ശ്രദ്ധിക്കുക. നല്ല പ്രയോജനമുണ്ടാകും. ഉയർന്നുയർന്നു പോകുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. സംഭാഷണത്തിൽ നല്ല മിതത്വം ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില മനക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സൗഹൃദ ബന്ധങ്ങളിലോ പ്രണയബന്ധങ്ങളിലോ ഒക്കെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാം കൈകാര്യം ചെയ്യുക. സമഗ്രമായ രാശിചിന്തനം ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി അതെല്ലാം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൂരം നാളിനും ഈ വരുന്ന വിഷുഫലം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾ നടക്കും. സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് അഥവാ വഴിത്തിരിവിന്റെയൊക്കെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പല ഗുണങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി വളരെ പ്രയോജനം ലഭിക്കും. പുതിയ ഗൃഹനിർമ്മാണം ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. പുതിയ വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകും. പുതിയ വാഹനം നേടുക, ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത്. കച്ചവടക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് രംഗത്തെ പറ്റി ശ്രദ്ധിച്ചു പഠിച്ച് വേണ്ടതുപോലെ ചെയ്താൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എല്ലാ ചുറ്റുപാടുകളും പഠിച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് നല്ല ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതാണ്. ഉപരിപഠനവും ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ നടക്കും. നിങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അധികം വൈകാതെ അത് ലഭിക്കുകയും ചെയ്യും. വിദേശ തൊഴിലിന് ശ്രമിച്ചാൽ അതും സാധിക്കുന്ന ഒരു സമയമാണ്. നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ വിഷു സംക്രമത്തിന് ശേഷം ഉണ്ടാകുവാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ, ഒപ്പം സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി അതെല്ലാം ചെയ്ത് മുൻപോട്ട് പോയാൽ വളരെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉത്രം നാളുകാർക്ക് വിഷുഫലം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കണമെന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നെന്നും വരാം. ചില തടസ്സങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയേക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് നീണ്ടുപോയേക്കാം. കുറച്ച് കാലതാമസമൊക്കെ വരാം. ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്നൊന്നും കിട്ടണമെന്നുമില്ല. വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ കാര്യത്തിൽ ഒരൽപ്പം നീണ്ടു പോകുവാനായിട്ടാണ് സാധ്യത. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരിശ്രമം ഉപേക്ഷിക്കേണ്ട. തുടർന്ന് പരിശ്രമം നടത്തണം. അത് ലഭിക്കുക തന്നെ ചെയ്യും. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നെന്നിരിക്കാം. നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, മനപ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധയോടെയും ക്ഷമയോടെയും അതൊക്കെ കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോകണം. അശ്രദ്ധയും ആലോചനക്കുറവും ഉണ്ടായാൽ അത് ജോലിയെ നന്നായി ബാധിച്ചേക്കാം. കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് പഠിച്ചൊക്കെ വേണം കച്ചവടം ചെയ്യാൻ. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ കച്ചവട രംഗത്ത് പല ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളുമൊക്കെ വന്നു ചേരും. യാത്രാക്ലേശവും അലച്ചിലും വന്നു ചേരാം. നിങ്ങളുടെ കച്ചവടത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്ന സാഹചര്യവും ഉണ്ടാകാം. വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കണമെന്നുമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് കൃത്യമായ ഗ്രഹനില അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം കണ്ടെത്തി അതൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയായാൽ പല ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത്തം നാളിന് 2026 വിഷുഫലം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഭാഗ്യം അനുകൂലമായിട്ടാണ് കാണുന്നത്. പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അവിചാരിതമായ പല ഗുണ അനുഭവങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാഹചര്യം മനസ്സിലാക്കി ശ്രദ്ധിച്ചു വേണ്ടതൊക്കെ ചെയ്യുക.
പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് ലഭിക്കുവാൻ ഇടയുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് പോകുവാനുള്ള അവസരം ലഭിക്കും. അത് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇനി അന്യരാജ്യങ്ങളിൽ ജോലിക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പരിശ്രമം നന്നായിട്ട് തുടരുക, അതോടൊപ്പം ശ്രദ്ധയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഒരു തടസ്സം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവടം ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി ഗുണകരമായിരിക്കും. നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുവാനും കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുവാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കുന്നതിന് അവസരം ലഭിക്കും. നൂതനമായ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ, ഇനി സാമ്പത്തികമായി വളരെ പുരോഗതിയും കൈവരിക്കും. എല്ലാ രീതിയിലുമുള്ള ഗുണങ്ങളും വന്നു ചേരുന്നതാണ്. വിവാഹ ആലോചനകളിൽ തീരുമാനമാവും. കുടുംബത്തിൽ സന്തോഷകരമായ അവസ്ഥ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ഒക്കെ പാലിക്കുക. സന്താനപരമായ കാര്യങ്ങളിലും ഒക്കെ സന്തോഷമുണ്ടാവും. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പ്രതിവിധികൾ കണ്ടെത്തി അതൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ എല്ലാ ഗുണങ്ങളും ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിത്തിര നാളുകാർക്ക് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ വിഷുഫലം പരിശോധിക്കുമ്പോൾ കാണുന്നത് പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സ്വന്തമായി പലവിധ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ നേട്ടം കൈവരിക്കുവാനുമുള്ള സന്ദർഭം വന്നു ചേരും. പിന്നെ ജീവിതത്തിൽ വളരെ നിർണായകരമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. വളരെ സുപ്രധാനമായ വഴിത്തിരിവുകൾ, ടേണിംഗ് പോയിന്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി തന്നെ ഇരിക്കുക. കുട്ടികൾ നല്ലതുപോലെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇപ്പോൾ പഠിക്കുന്ന പഠിത്തം നിങ്ങളുടെ ഭാവി ജീവിതം മുഴുവൻ നിശ്ചയിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രമിച്ചാൽ അങ്ങേയറ്റം ഉയർച്ചയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു ചെയ്യണമെന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. സ്വന്തമായി വസ്തു വാങ്ങുവാനൊക്കെ അവസരമുണ്ടാകും. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനൊരു അവസരം ലഭിക്കും. പൊതുവെ സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിൽക്കും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. വളരെ സമഗ്രമായി രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി അതൊക്കെ ചെയ്ത് മുൻപോട്ട് പോയാൽ എല്ലാ നേട്ടങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ പല ഗുണങ്ങളുമുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതം ഏറെക്കുറെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടു പോകുവാനുള്ള ഒരു സമയമാണ്. കർമ്മരംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല പരിണാമങ്ങൾ, മാറ്റങ്ങൾ എന്നിവയുണ്ടാകും. തൊഴിൽപരമായിട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു സാധ്യത കൂടിയുള്ള ഒരു സമയം കൂടിയാണ് ഇതൊക്കെ മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ച് പരിശ്രമിക്കാനാണ് ഈ പറയുന്നത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി നേടുവാൻ സാധിക്കും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടാണ് ഈ വിഷുഫലം കാണുന്നത്. സാമ്പത്തിക പുരോഗതി, സ്ഥാനക്കയറ്റം, വരുമാന വർധനവ്, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, ഇങ്ങനെ പല ഗുണങ്ങളും ലഭിക്കുന്നതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സമയമാണ് എത്തിച്ചേരുന്നത്. നിങ്ങളുടെ കച്ചവട മേഖലയെ പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി നല്ലതുപോലെ ശ്രമിച്ചു കൊള്ളുക. വളരെ ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയുടെ വസ്തുതകളൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരമൊക്കെ കണ്ടെത്തി അതെല്ലാം ചെയ്ത് മുൻപോട്ട് പോയാൽ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നതാണ്. വിശാഖം നാളുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം ഭാഗികമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പകുതി ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് ചുരുക്കം. ജോലിയൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടന്നേക്കാം.
നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമാന്യം നല്ല രീതിയിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വിദേശ ജോലിക്ക് പോകുന്നവരെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ശ്രമിക്കണം. അതൊരല്പം കാലതാമസമൊക്കെ വന്നേക്കാം. എങ്കിൽ ശ്രമം നിർത്തേണ്ട, നിങ്ങൾ അത് തുടർന്നു കൊണ്ടുവരിക. ഇങ്ങനെ വിദേശത്ത് പോകാനുള്ള ശ്രമത്തിനിടയിൽ സാമ്പത്തിക നഷ്ടമോ പാഴ്ചെലവുകളോ ഒക്കെ ഉണ്ടാകാതെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധ വെക്കണം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വിശാഖം നാളുകാരെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഇനി അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാര്യം എടുത്താൽ വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനയില്ലായ്മയും കാരണം പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അവിടെ വന്നെന്നും വരാം. നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതിനുള്ളൊരവസ്ഥ ഉണ്ടാക്കരുത്. വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുക. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ സംസാരിച്ചൊക്കെ ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാൻ നോക്കണം. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും വേണം. അനാവശ്യമായി മനസ്സിന്റെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെട്ട ചിന്താകുഴപ്പം ഉണ്ടാക്കരുതെന്ന് സാരം. അങ്ങനെ വേണ്ട ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോയാൽ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു വഴിത്തിരിവിന്റെ വക്കിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് അറിയുക. ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഭാവി ജീവിതം. അതുകൊണ്ട് സമഗ്രമായ രാശി ചിന്തയൊക്കെ ചെയ്ത് വസ്തുതകളെല്ലാം മനസ്സിലാക്കി ഉചിത പരിഹാരങ്ങളൊക്കെ ചെയ്തു വേണം മുൻപോട്ട് പോകുവാൻ. അനിഴം നാളുകാർക്ക് ഈ വരുന്ന വിഷുഫലം ഗുണവും ദോഷവും ഇടകലർന്നതായിരിക്കും. എല്ലാം വിചാരിച്ചതുപോലെ പെട്ടെന്നങ്ങ് നടക്കണമെന്നില്ല. പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധ വേണമെന്ന് ചുരുക്കം. സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ചു തന്നെ നടത്തണം. അശ്രദ്ധയോ ആലോചനക്കുറവോ ഇതൊന്നും തന്നെ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവരുത്. കച്ചവടക്കാരെ, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കൂടുതൽ മേഖലകളിലേക്ക് കച്ചവടം വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. ഇതുവരെ ഇല്ലാത്ത പുതിയ മേഖലകളിൽ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പഠിച്ചു തന്നെ ചെയ്യണം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ പുരോഗതി കിട്ടണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ അലസത കാണിക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അങ്ങ് മാറ്റുക. എന്നിട്ട് ജാഗ്രതയോടുകൂടി പഠിക്കാൻ ഇറങ്ങുക. ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് മനസ്സ് കാട് കയറ്റരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അസ്വസ്ഥതകളും മനപ്രയാസങ്ങളും ചെറിയ രീതിയിൽ ഉണ്ടായെന്നും വരാം. നിങ്ങളുടെ ഓരോ ചിന്തകളിലും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ആകുലതകൾ, പ്രയാസങ്ങൾ ഇതൊക്കെ വരുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ആ ഒരു സമയഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അതൊക്കെ നന്നായിട്ട് ഒഴിവാക്കുക. ആവശ്യമെങ്കിൽ ധ്യാനം, യോഗ ഒക്കെ നല്ലൊരു ഗുരുവിന്റെ കീഴിൽ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. നാരായണ അഷ്ടോക്ഷര നാമം പതിവായിട്ട് ജപിക്കുന്നതും വളരെ നല്ലതാണ്. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. സമഗ്രമായി നിങ്ങളുടെ രാശി ചിന്തയൊക്കെ ചെയ്ത് ഏറ്റവും നല്ല പരിഹാര കർമ്മങ്ങളൊക്കെ കണ്ടെത്തി അനുഷ്ഠിച്ചാൽ എല്ലാ പ്രയാസങ്ങളും മാറി നല്ല ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. തൃക്കേട്ട നാളുകാർക്ക് ഈ വിഷുഫലം പൂർണ്ണമായിട്ടും അനുകൂലമാണെന്ന് പറയുവാനാകില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാമൊക്കെ ഭംഗിയായിട്ടൊക്കെ നടക്കുമെന്ന് പൂർണ്ണമായിട്ടും കരുതരുത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളിലേക്കും വന്നു ചേരാം. അത് നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതുമായിരിക്കും. ആരോഗ്യകരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതുമാവാം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് ലഭിക്കണമെന്നില്ല. കുറച്ച് കാലതാമസമൊക്കെ വരാം. പരിശ്രമം നന്നായിട്ട് തുടരുക. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ കാര്യങ്ങളിലും പെട്ടെന്ന് നടക്കണമെന്നില്ല. കുറച്ച് കാലതാമസം ഉണ്ടാകും. ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വല്ലതും ജോലി ചെയ്യുന്നവരാണെങ്കിൽ IT-യിലോ അല്ല ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലോ ആയിക്കോട്ടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ പല ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധക്കുറവ് ഉണ്ടാവരുത്.
നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് ആലോചന കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടെ വന്നു എന്നും വരാം. അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇതിനൊക്കെ സാധ്യതയുണ്ടെന്ന് കണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുട്ടികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. നമ്മൾ ഒരു പ്രത്യേക ക്രമത്തിൽ പഠിച്ചു പോയാൽ എല്ലാം ശരിയായിട്ട് നടക്കും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റിയ സമയമല്ല. നല്ല പരിശ്രമം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാലത്തെ അത് ബാധിക്കും എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അത് മറക്കാതെ നല്ലതുപോലെ ശ്രമിക്കുക. സംഭാഷണത്തിൽ നല്ല കരുതലും ശ്രദ്ധയും വേണം. നിങ്ങൾ ആലോചനയില്ലാതെ സംഭാഷണം ഉണ്ടാക്കുവാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതൊക്കെ ഒഴിവാക്കുക. അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സ്വസ്ഥത നശിപ്പിക്കരുത്. ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇതൊക്കെ നന്നായി ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യണം. ഗൃഹനിർമ്മാണം നടത്തുന്നവർ പാഴ്ചെലവുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം കരുതലെടുക്കുക. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകം സൂക്ഷ്മത ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റത്തിലൂടെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് ഭാവി. ഇവിടെ ഒരു അബദ്ധം പറ്റരുത്. ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു കണ്ടുമുട്ടൽ ഭാവിയിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിന്റെ വക്കിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ രാശിചിന്തയൊക്കെ ചെയ്ത് വസ്തുതകളെ എല്ലാം അറിഞ്ഞ് നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്യുക. മൂലം നാളുകാർക്ക് വിഷുഫലം പൊതുവെ അനുകൂലമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളെ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതിനും കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ്. ജീവിതത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സന്ദർഭം വന്നു ചേരുന്നതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് വലിയ തടസ്സമില്ലാതെ നടക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കുകയും ചെയ്യും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ചു വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആലോചിച്ചെല്ലാം ചെയ്യുക. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ IT ആയാലും ബിസിനസ് ആയാലും മറ്റു സ്ഥാപനങ്ങളിലായാലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കും ചില ഗുണങ്ങളൊക്കെ ലഭിക്കും. സ്ഥാനക്കയറ്റം, ശമ്പളത്തിൽ വർധനവ്, പുതിയ താമസ സ്ഥലം, കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുക ഇതിനൊക്കെ കാരണമായെന്ന് വരാം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ ഉദ്ദേശിച്ചതുപോലെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ അവസരമുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കച്ചവടക്കാർക്കും സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ബിസിനസ് രംഗത്തെ കൂടുതൽ വിപുലീകരിച്ച് നല്ല രീതിയിൽ എത്തിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും ഒക്കെ നിലനിൽക്കും. മക്കളുടെ പുരോഗതിയിൽ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നതാണ്. ജീവിതത്തിൽ വളരെ വളരെ സുപ്രധാന നേട്ടങ്ങളുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ സമഗ്രമായ രാശിചിന്തനം ചെയ്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകണം. പൂരാടം നാളുകാർക്ക് ഗുണവും ദോഷവും എല്ലാം ഇടകലർന്ന വിഷുഫലത്തിൽ കാണാൻ കഴിയുന്നത് എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ അനുകൂലമാകണമെന്നില്ല. ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരാം. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. ആ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കണമെന്നുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും വിഷമം സൃഷ്ടിക്കുന്നതുമായ മാറ്റങ്ങൾക്കിടയുണ്ട്. ശ്രദ്ധിച്ച് പഠിച്ച് വേണ്ടത് ചെയ്യുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ നടക്കണമെന്നില്ല. കാലതാമസം വരാം. ശ്രമം തുടരുക. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാലതാമസം ഉണ്ടായേക്കാം. അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിച്ചത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. നല്ലതുപോലെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. എല്ലാം അങ്ങ് നടന്നോളും എന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കത്തില്ല. വളരെ ശ്രദ്ധിച്ച് പരിശ്രമിക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര കരുതൽ വേണം. യാത്രാക്ലേശം, അലച്ചിൽ ഇതിന്റെയൊക്കെ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സുമായുള്ള ബന്ധം വളരെ ഭംഗിയായി നിലനിർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കച്ചവട മേഖലയെ പറ്റി കൂടുതൽ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ്സിൽ കുറവ് വരാതിരിക്കുവാൻ നോക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുവാനും മനക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത
പല പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാവും. ചിലത് മാനസികമായ ദുഃഖങ്ങളോ അസ്വസ്ഥത വർദ്ധിപ്പിച്ചേക്കാം. ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ശ്രദ്ധ പാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവിതത്തിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകളെല്ലാം അറിഞ്ഞ് നല്ല നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഉത്രാടം നാളിനെ സംബന്ധിച്ച് ഈ വിഷുഫലം അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. നിങ്ങളുടെ കർമ്മരംഗത്ത് ഗുണകരമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതിക്ക് കളമൊരുക്കും. നിങ്ങൾക്ക് പുതിയ മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില നല്ല നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അത് നടപ്പിലാവുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഗുണങ്ങൾ ലഭിക്കും. ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, വാസസ്ഥലം നല്ലത് ലഭിക്കുക, ഇങ്ങനെ പല ഗുണങ്ങളും ലഭിക്കും. കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ നല്ല പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള സന്ദർഭമാണ് വരാൻ പോകുന്നത്. നന്നായി ശ്രമിക്കുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ കൂടുതൽ വിപുലീകരിക്കുവാനും അതുവഴി വളരെ നേട്ടങ്ങൾ കൈവരിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതുകൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. വിവാഹാലോചനകൾക്ക് പൂർണ്ണതയുണ്ടാവും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സന്തോഷകരമായ പല സാഹചര്യങ്ങളും വന്നു ചേരും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല നല്ല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവയെല്ലാം ചിന്തിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് വരുവാൻ പോകുന്നത്. അതുകൊണ്ട് സമഗ്രമായ രാശിചിന്തയൊക്കെ ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഗ്രഹനിലയൊക്കെ പരിശോധിച്ച് യഥാവിധി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോയാൽ ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. തിരുവോണം നാളുകാരെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്നെല്ലാം നടക്കണമെന്നില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാം. നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടും ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നിരിക്കാം. നിങ്ങളുടെ സ്വയം തൊഴിൽ നന്നായി തുടർന്നു കൊണ്ടുപോകുവാൻ നല്ല പരിശ്രമം വേണ്ടി വന്നേക്കും. അതൊക്കെ ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ സാമാന്യം നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ലതുപോലെ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. എളുപ്പമല്ലാത്ത ഒരു സമയമാണ് കടന്നു വരാൻ പോകുന്നത്. ഔദ്യോഗികമായ രംഗത്തുള്ളവർക്ക് കുറച്ചുകൂടെ ശ്രദ്ധ അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും വേണം അതൊക്കെ ചെയ്യുവാൻ. കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം. നിങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോകുവാതെ ശ്രദ്ധിക്കണം. കസ്റ്റമേഴ്സുമായി നല്ലൊരു ബന്ധം നിലനിർത്തുവാനായി നിങ്ങൾ ശ്രദ്ധിക്കുക. സാഹചര്യങ്ങളെ ശരിക്ക് പഠിച്ചു തന്നെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ഉണ്ടായെന്നും വരാം. മനസ്സിന് ദുഃഖകരമായ പല അനുഭവങ്ങളും അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. ചിലർക്ക് കുടുംബപരമായി ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. മറ്റു ചിലർക്ക് തൊഴിൽപരമായിട്ടായിരിക്കാം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത്. ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം തരണം ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി ശ്രദ്ധ പതറി പോകാതെ വേണം മുന്നോട്ട് പോകാൻ. ദുഃഖങ്ങളും സംഘർഷങ്ങളും അകറ്റി നിർത്തുക. ധ്യാനം, യോഗ തുടങ്ങിയവയൊക്കെ ശീലിക്കുവാൻ പറ്റിയാൽ നന്നായിരിക്കും. വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് കടന്നു വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പലതും വരാം. നിങ്ങളുടെ ജോലിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. ജോലി ചെയ്യുന്ന സമയത്ത് പല അസ്വസ്ഥതകൾ ഉണ്ടായെന്നും വരാം. തൊഴിൽപരമായിട്ട് നിങ്ങൾ ഒട്ടും കണക്കു കൂട്ടാത്ത മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തിക നഷ്ടങ്ങളും വന്നു ചേരും. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. ഇല്ലാത്ത പക്ഷം ധനനഷ്ടവും പരാജയങ്ങളുമൊക്കെ വന്നു ഭവിക്കുന്നതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് വളരെ ശ്രദ്ധിച്ച് പരിശ്രമിക്കണം. നിങ്ങളുടെ ബിസിനസ് മേഖലയെ പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി തന്നെ വേണം കച്ചവടം ചെയ്യാൻ.
ഇല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായെന്നും വരാം. ബിസിനസ് മേഖല വിപുലീകരിക്കുന്നതിന് ശ്രദ്ധിച്ചു വേണം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നു ഭവിക്കുന്നതിനുള്ള സാഹചര്യം കാണുന്നുണ്ട്. സംഭാഷണത്തിൽ നല്ല കരുതലും ശ്രദ്ധയും ഉണ്ടായിരിക്കുക. സമഗ്രമായ രാശിചിന്തനയിലൂടെ ഏറ്റവും നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്ത് മുൻപോട്ട് പോവുകയാൽ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് വിജയം നേടാൻ തീർച്ചയായും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ചതയം നാളുകാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ നൂതനമായ സംരംഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഇതുവരെ നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ലാത്ത നല്ല സാഹചര്യങ്ങൾ കയറി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ചുരുക്കം കച്ചവടക്കാർ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടാകും. ജീവിതത്തിൽ വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഉയർച്ച കൈവരിക്കുവാൻ സന്ദർഭം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ കൂടുതൽ നല്ല ഉപരിപഠന മേഖലകളിലേക്ക് പോകുവാൻ അതുകൊണ്ട് അവസരം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സന്തുഷ്ടിയും അതോടൊപ്പം നല്ല സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. കുട്ടികളുടെ ഉയർച്ചയെയും വിജയത്തെയും കുറിച്ച് അഭിമാനിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും സാഹചര്യം ലഭിക്കും. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഇതോടൊപ്പം ഉണ്ടായേക്കാം. വളരെ അവിചാരിതമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവസ്ഥയുണ്ട്. അശ്രദ്ധയും ആലോചനക്കുറവും ഒരു കാര്യത്തിലും ഉണ്ടാവരുത്. എല്ലാ സാഹചര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സമഗ്രമായ രാശിചിന്തനം ചെയ്ത വസ്തുതകൾ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവുക. പോരൂരുട്ടാതി നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വിഷുക്കലമാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുടെ നിങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കുകയും നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കും. അന്യദേശത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, നല്ല വാസസ്ഥലം, ഇങ്ങനെ പല ഗുണങ്ങളും ഈ വിഷുവോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. അവിചാരിതമായ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നടത്താൻ. ജാഗ്രത കുറവ് ഒരു കാര്യത്തിലും ഉണ്ടാകരുത്. ബിസിനസ് മേഖലയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചു വേണം മുൻപോട്ട് പോകുവാൻ. കസ്റ്റമേഴ്സുമായി നല്ലൊരു ബന്ധം നിലനിർത്തുവാൻ കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് കുറഞ്ഞു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം. ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും വേണം. അനാവശ്യമായ കാര്യങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. നിത്യവും ഒരു 20 മിനിറ്റ് നാമജപത്തിനായി മാറ്റിവെക്കുക. എല്ലാ രീതിയിലും ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. സമ്പൂർണ്ണ രാശിചിന്ത ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ എല്ലാം അനുകൂലമായി തന്നെ ഭവിക്കുന്നതാണ്. ഉത്രട്ടാതി നാളുകാർക്ക് ഈ വരുന്ന വിഷുഫലം പൊതുവെ അനുകൂലമാണ്. സാമ്പത്തികമായി നല്ല പുരോഗതി ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല നേട്ടങ്ങൾ ഈ വർഷം കൈവരിക്കുവാനായി സാധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്നത്. പല മാറ്റങ്ങളിലും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നിങ്ങൾ ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പുതിയ വീട് പണി ആരംഭിച്ച് അത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. പുതിയ വസ്തു വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. വാഹനം, ഇങ്ങനെ നല്ല ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കുവാനുള്ള സമയമാണ്. അതിനുവേണ്ടി നന്നായി ശ്രമിക്കുക. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് പോലെ ഗുണമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാ നേട്ടങ്ങളും കൈവരിക്കുവാൻ നല്ലതുപോലെ ശ്രമിക്കുക. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കണ്ടുമുട്ടൽ വളരെ വലിയ പരിണാമം, മാറ്റത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം സമഗ്രമായി രാശിചിന്തനം ചെയ്ത് വസ്തുതകൾ അറിഞ്ഞ് മുൻപോട്ട് പോവുക. രേവതി നാളുകാർക്ക് വളരെ അനുകൂലമാണ് ഈ വിഷുഫലം. ജീവിതത്തിൽ നിർണായകമായ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്.
സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ഗുണങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ്. കച്ചവടക്കാർക്ക് തങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും പുതിയ മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിച്ച് വിജയം നേടുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല പുരോഗതി ലഭിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനുമുള്ള ഒരു അവസരമുണ്ടാകും. വിദേശ തൊഴിലിനുള്ള ഒരു സന്ദർഭവും ലഭിക്കുന്നതാണ്. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ജീവിതത്തിൽ കുടുംബപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ സാഹചര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോവുക. നിർണായകമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് രേവതിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. സമഗ്രമായ രാശിചിന്തനം ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക.